പ്രിയപ്പെട്ടവരെ, കെ എസ് ആർ ടി സിയുടെ ഉന്നമനത്തിന് വേണ്ടി കെ എസ് ആർ ടി സിയുടെ CMD ഒരു 10 കൽപ്പനകൾ ഇറക്കിയതായി അറിയാൻ കഴിയും. അതിനെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ജനങ്ങളുടെ ഇടയിലേക്കും നിങ്ങൾ ജീവനക്കാരുടെ ഇടയിലേക്കും യാത്രക്കാരുടെ ഇടയിലേക്കും ഇത് മാക്സിമം എത്തിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും, ഇത് കാണുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. തെറ്റുള്ള ഭാഗം തെറ്റാണെന്നും ശരിയുള്ള ഭാഗം അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇനി നിർദ്ദേശത്തിലേക്ക് കിടക്കാം. 1. ടിക്കറ്റ് വരുമാനം പ്രധാനമാണ്. കൈ കാണിച്ചാൽ നിർത്തണം. അതായത് വഴിയിൽ നിന്നും കൈ കാണിക്കുന്ന യാത്രക്കാരൻ അത് KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ അന്നദാതാവാണ്. ടിക്കറ്റ് വരുമാനം പ്രധാനമാണ്. അപ്പോൾ KSRTC സ്വിഫ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളിലും സീറ്റ് ഉണ്ടെങ്കിൽ യാത്രക്കാർ കൈ കാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം. കൈ കാണിച്ചാൽ, എവിടെ കൈ കാണിച്ചാലും സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള വാഹനങ്ങൾ, അപ്പോൾ അതിനകത്ത് സൂപ്പർ ഫാസ്റ്റിനും എക്സ്പ്രസ് ഫാസ്റ്റിനും എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഒഴിവുണ്ടെങ്കിൽ, സൂപ്പർ ഫാസ്റ്റിന് സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നിർത്തി കൊടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ള വണ്ടികൾക്ക് അത് ബാധകമല്ല. ഓർഡിനറി ആണെങ്കിലും ഓർഡിനറി ലിമിറ്റഡിനാണെങ്കിലും അത് ബാധകമല്ല. എവിടെ കൈ കാണിച്ചാലും നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അപകടം ഒഴിവാക്കിയും നിയമങ്ങൾ പാലിച്ചു. താങ്കളുടെ അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ട് സർ. നിയമങ്ങൾ പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയും നിർത്താനുള്ള ഒരു സാധനമല്ല RTC ബസ്സുകൾ അല്ലെങ്കിൽ ബസ് സർവീസുകൾ. അതിന് നിയമം അനുശാസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ മാത്രമേ നിർത്താൻ പാടുള്ളൂ. അത് നിയമം അനുശാസിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം കാര്യത്തിൽ ഇതിനെക്കുറിച്ച് നേരത്തെ അഭിപ്രായം പറഞ്ഞതാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾ മറുപടിയും പറഞ്ഞതാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്താൻ പറ്റില്ല. ലൈസൻസ് തരുമ്പോൾ ലൈസൻസിങ് അതോറിറ്റി ഒരു നിയമം വയ്ക്കുന്നുണ്ട്. എവിടെ വണ്ടി നിർത്തണം, എവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന അതോറിറ്റി വയ്ക്കുന്നുണ്ട്. ആ നിയമത്തിനെ മറികടന്ന് എങ്ങനെയാണ് സാർ താങ്കളുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാകുക? ഞങ്ങളുടെ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താങ്കൾ തരുമോ? പറയൂ സാർ, താങ്കൾ തരുമോ? അതിന് ഞങ്ങൾക്ക് വേണ്ടി താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചോദ്യത്തിന് മറുപടി താങ്കൾ പറയണം. പ്രിയപ്പെട്ട യാത്രക്കാരെ, നാട്ടുകാരെ, നിങ്ങൾ അറിയേണ്ട ഒരു വിഷയം. ഇദ്ദേഹം പറഞ്ഞു, ആ പറഞ്ഞതിനെ ഞങ്ങൾ എതിർത്തു. എന്തുകൊണ്ടാണ് ഞങ്ങൾ ജീവനക്കാരെ എതിർക്കുന്നതെന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. കാര്യം KSRTC വരുമാനം ഉണ്ടാക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരേ ഒരു ചോദ്യം നിങ്ങളോടും ഇത് ഉത്തരവിട്ട ഈ MDയോടും ഒന്ന് ചോദിക്കാനുള്ളത്, ഈ വാഹനം ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി, ഫ്രീ ആയ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി, അല്ലെങ്കിൽ ഒരു യാത്രക്കാരെ കൈ കാണിച്ചു, ഡ്രൈവർക്ക് യോഗ്യമെന്ന് കരുതിയ സ്ഥലത്ത് വണ്ടി നിർത്തിയതിന് ശേഷം ഇതിൻ്റെ തൊട്ടുപുറവിൽ ഒരു 2 വീലറുകാരൻ അല്ലെങ്കിൽ ഒരു 3 വീലറുകാരൻ, ഒരു ചെറിയ കാറുകാരൻ പുറവിൽ കൊണ്ടുവന്ന് പുറവെ ഓടിച്ചു വരുന്നു. അവനും ആ പ്രദേശത്തുള്ളവനാണ് അല്ലെങ്കിൽ അല്ല. അങ്ങനെ ഉള്ള ഒരാൾ കൊണ്ടുവന്ന് ഈ വാഹനത്തിൻ്റെ പിന്നിലിടിച്ചാൽ ഈ ഡ്രൈവർക്ക് കാണാൻ കഴിയുമോ? പിന്നിലിടിച്ച് ഇയാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ MD ഇയാളുടെ ലൈസൻസ് കൊണ്ട് തരുമോ? അവിടെ നിയമം അനുശാസിക്കുമോ ഇയാൾ അവിടെ നിർത്താൻ? പോലീസോ RTO വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഇത് സ്റ്റോപ്പ് ആയിരുന്നോ, അൺസ്റ്റോപ്പ് ആയിരുന്നോ? അൺസ്റ്റോപ്പിൽ നിങ്ങൾ എന്തിനു വണ്ടി നിർത്തി? അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. അവർ റിപ്പോർട്ട് എഴുതി വയ്ക്കും, ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, ജീവനക്കാരൻ പെരുവഴിയിലാവും, ജയിലിലാവും. അത് കാണാനാണോ ബഹുമാനപ്പെട്ട CMD താങ്കൾ ഈ ഉത്തരവ് ഇറക്കിയത്? അതുകൊണ്ട് ഈ ഉത്തരവ് പുനഃപരിശോധിക്കണം. യാത്രക്കാർ കൈ കാണിക്കുന്ന എല്ലാ സ്റ്റോപ്പിലും വണ്ടി നിർത്തണം എന്ന് താങ്കൾ പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയും. ഈ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യാത്രക്കാരോ ബഹുമാനപ്പെട്ട CMDയോ ബഹുമാനപ്പെട്ട മന്ത്രിയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ KSRTCയിലെ ഒരു ജീവനക്കാരനോടൊപ്പവും കൂടെ നിൽക്കാത്ത സ്ഥിതിക്ക് അത് പുനഃപരിശോധിക്കേണ്ട വിഷയമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ നിർദ്ദേശം, രാത്രി സമയത്ത് സ്റ്റോപ്പ് പരിഗണിക്കാതെ ബസ് നിർത്തണം എന്നുള്ളതാണ്. അതായത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള സർവീസുകൾ സ്റ്റോപ്പ് പരിഗണിക്കാതെ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം എന്ന് പറയുന്നത് സ്റ്റോപ്പ് അല്ല, വീടിന്റെ ഭാഗമാണ്, അവിടെ നിന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് നടന്നു പോകാം, അങ്ങനെ ഒരു സ്ഥലത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കൊടുക്കണം. രാത്രികാലങ്ങളിൽ സ്റ്റോപ്പിൽ 6 ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നിർത്തിക്കൊടുക്കണം എന്ന് താങ്കൾ പറഞ്ഞു. ശരിയാണ് സാർ, നിർത്താൻ തയ്യാറാണ് സാർ. കുറേ കാലം മുമ്പ്, താങ്കൾ MD ആവുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ എറണാകുളത്ത് ഒരു അപകടം ഉണ്ടായി. ഒരു സ്കൂൾ ബസ്സും ഒരു ടൂർ പോയ ബസ്സും KSRTCയുടെ സൂപ്പർ ഫാസ്റ്റും തമ്മിൽ ആക്സിഡൻ്റ് ഉണ്ടായി.
ആ ഡ്രൈവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ അയാൾ ജോലി തിരിച്ചു കയറിയ, അയാൾ ജോലി തന്നെ തിരിച്ചു കയറിയിട്ടുണ്ടെന്ന് തന്നെ വെച്ചാണ്. കാരണം നിങ്ങൾ ഒരാളെ ട്രാൻസ്ഫർ ചെയ്തു. എന്തായിരുന്നു എന്ന് പറഞ്ഞെന്ന് കണ്ടെത്തിയ ന്യായവാദങ്ങൾ എന്താണെന്ന് അറിയാമോ? ഡ്രൈവർ അൺസ്റ്റോപ്പിൽ വണ്ടി നിർത്തി രാത്രി, അതുകൊണ്ടാണ് വണ്ടി ഇടിച്ചതെന്നാണ് സ്വകാര്യ ബസ് ലോബികൾ പറഞ്ഞുണ്ടാക്കിയത്. താങ്കൾക്കറിയാമോ അയാൾ അനുഭവിച്ച മാനസിക അവസ്ഥ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന്? KSRTC അയാളെ സപ്പോർട്ട് ചെയ്തോ? എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ? ജനങ്ങളും മാധ്യമ പ്രവർത്തകരും പുറമെ നടന്നുകൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടു പോയത്. എന്നിട്ട് കോർപ്പറേഷൻ അയാളെ വെറുതെ വിട്ടോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഓർഡറുകൾ ഇടുമ്പോൾ അത് താങ്കളാണ് ഈ വാഹനം ഓടിക്കുന്നതെങ്കിൽ അത് എങ്ങനെ ബാധിക്കും? താങ്കളുടെ കുടുംബത്തിനെ എങ്ങനെ ബാധിക്കും? താങ്കളുടെ മക്കളെ എങ്ങനെ ബാധിക്കും? താങ്കളുടെ അച്ഛനെ, അമ്മയെ, കൂട്ടത്തിലുള്ളവനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം സാർ ഇത്തരം ഉത്തരവിടാൻ. താങ്കൾ പറയുന്ന പോലെ സ്റ്റോപ്പിൽ നിർത്താം, രാത്രി പുരുഷ യാത്രക്കാർക്ക് സ്റ്റോപ്പിൽ ഇറക്കാം, അല്ലാതെ വീട്ടിന് മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി ഇറക്കാൻ പറ്റില്ല സാർ. അത് നിയമം അനുസരിച്ച് അനുശാസിക്കുന്നില്ല. അനുശാസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ നിയമം തിരുത്താൻ തയ്യാറാവണം. മോട്ടോർ വെഹിക്കിൾ ആക്ടോ റൂളോ ഒക്കെ തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ സർവീസ് നടത്താം. മുൻപ് പറഞ്ഞതുപോലെ ഇതിൻ്റെ പിറവിൽ ഈ ടൂർ ഓപ്പറേറ്റർ ഇടിച്ചതുപോലെ മറ്റൊരു വണ്ടിയാണ് ഇടിക്കുന്നതെങ്കിൽ ഡ്രൈവർ കുറ്റക്കാരനല്ലേ? അന്ന് ഈ നാട്ടുകാർ കാണുമോ? സാറ് കാണുമോ? സാറ് പൊടിയും തട്ടി ഇറങ്ങിപ്പോകും സാർ. ഇനി ഇതിൽ മൂന്നാമത്തെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാം. സ്ത്രീകളുടെ സുരക്ഷയും സൗകര്യവും പരിഗണിക്കണം എന്നുള്ളതാണ്. അതായത് രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്ത മിന്നൽ ഒഴികെയുള്ള ബസ്സുകൾ സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർത്തണം എന്നുള്ളതാണ് മൂന്നാമത്തെ നിർദ്ദേശം. കാരണം താങ്കൾ പറഞ്ഞത് ഇപ്പം നിലവിൽ അത് ചെയ്യുന്നുണ്ട്. സ്ത്രീ യാത്രക്കാരെ സേഫായിട്ട് യാത്ര ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അവർക്കുള്ള അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. 100% ആത്മാർത്ഥതയോടുകൂടി ഇന്നും ഞങ്ങൾ ചെയ്യുന്നു സാർ, ഈ ഉത്തരവ് വരുന്നതിന് മുമ്പും. കാര്യം പല ആളുകളും പല ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും പെൺകുട്ടികൾ വിദ്യാഭ്യാസവും കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റാവശ്യത്തിന് പോയിട്ട് വരുമ്പോൾ അവരെ വീട്ടുകാരെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് പെരുമഴയത്താണെങ്കിലും കുടയും ചൂടി നിന്ന് ആ കുഞ്ഞു സഹോദരങ്ങളെ കൂടെ ചേർത്ത് നിർത്തി അവരെ വീട്ടുകാർ വന്നിട്ട് അവർ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ചരിത്രം ഞങ്ങൾക്കുണ്ട് സാർ. അതുകൊണ്ട് ആ ഉത്തരവ് ഞങ്ങൾ പാലിക്കാം. പക്ഷേ മറ്റ് 2 ഉത്തരവുകളും പാലിക്കാൻ നിവർത്തിയില്ല. നിവർത്തി ഉണ്ടെങ്കിൽ താങ്കൾ KSRTCയുടെ ഉത്തരവ്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഉത്തരവ് തയ്യാറാക്കിയാൽ മാത്രമേ അത് നടപ്പാക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഡ്രൈവർക്ക് നേരിടുന്ന താങ്കൾ പറഞ്ഞ രീതിയിൽ നിർത്താതെ പോയി കൈ കാണിച്ചു, എവിടെ നിന്ന് കൈ കാണിച്ചിട്ട് നിർത്തിയില്ല, അങ്ങനെ ഉത്തരവിൻ്റെ പേരിൽ ഏതെങ്കിലും ഡ്രൈവറെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നിയമപരമായി വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന അത് നേരിട്ടിരിക്കും. അതിന് താങ്കൾക്ക് തൊട്ട് മുമ്പിരുന്ന CMD സാക്ഷിയാണ്. എവിടെ നിന്ന് നിർത്താം? ജനതാ സർവീസ് കൊണ്ടുവന്നു, എവിടെ പോയെന്ന് താങ്കൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇത്തരം സമൂഹത്തിനും നിയമത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഉത്തരവുകൾ പിൻവലിക്കണം. Thank you.